നമസ്കാരം. +1 മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതുപോലെയുള്ള വീഡിയോസാണ് നമുക്കിനി വരിക. നിങ്ങൾ ഈ കാണുന്ന നോട്ട്സാണ് നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കേണ്ടത്. ഫസ്റ്റ് ലെസൺ സെറ്റിനെ കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റിനെ കുറിച്ച് വിക്ടേഴ്സ് ചാനൽ ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്നുണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഞങ്ങളൊക്കെ ഒരു സെറ്റാണ്, നിങ്ങളൊക്കെ വേറെ സെറ്റാണെന്ന് പറയുമ്പോൾ ആ സെറ്റിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഒക്കെ ഒരു ഗ്രൂപ്പും നിങ്ങളൊക്കെ വേറെ ഗ്രൂപ്പാണ്. സെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ പറയണം? എങ്ങനത്തെ ഗ്രൂപ്പാണ് എടുക്കുക? ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ സെറ്റിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ഇപ്പം നിങ്ങൾ അവരവർ വീട്ടിലിരിക്കുന്ന അതിനെ ഒട്ടും അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ 10th പഠിച്ചിരുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും നമ്മുടെ ഇപ്പോഴും ഒരു ഗ്രൂപ്പ്. അപ്പോൾ അമ്മാടം സെൻറ്റ് ആൻറ്റണീസിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ഒരു ഗ്രൂപ്പ്, ഒല്ലൂരിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ വേറെ ഗ്രൂപ്പ്, സെൻറ്റ് ജോസഫിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ വേറെ ഗ്രൂപ്പ്, ലൂർദിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ വേറെ ഗ്രൂപ്പ്, അങ്ങനെ വേറെ അതുപോലെ ചൊവ്വൂർ സ്കൂളിൽ നിന്ന് വന്നവരൊരു ഗ്രൂപ്പ്, അങ്ങനെ വേറെ ഗ്രൂപ്പുകളായിരിക്കും. അപ്പോൾ അതിൽ ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കുട്ടികളും ഏത് സ്കൂളിലെത്തിയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരു ഗ്രൂപ്പ്. ഇവിടെ ഒരു സെറ്റിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. സെറ്റിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ വെൽ ഡിഫൈൻഡ് അല്ലാത്ത ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരിക? ഇപ്പം നമ്മുടെ ക്ലാസ്സിലത്തെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കുട്ടി, ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും? ഫുൾ A+ കിട്ടിയോന്ന് ആരെങ്കിലും സെലക്ട് ചെയ്യും? ആ കുട്ടി തന്നെയാണോ ഏറ്റവും ബുദ്ധിയുള്ളത്? ഓട്ടെ, ഏറ്റവും ഭംഗിയുള്ള കുട്ടി ഏതാണെന്ന് ചോദിച്ചാലോ? അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായി. ഇങ്ങനത്തെ ആഡ്ജക്റ്റീവ്സാണ് അല്ലെങ്കിൽ ആഡ്വർബ്സാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റില്ല. ആരാണ് ഏറ്റവും ബുദ്ധിയുള്ള ആൾ, ആരാണ് ഏറ്റവും ഭംഗിയുള്ള ആളെന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ വേർഡ്സ് ഒന്നും വെൽ ഡിഫൈൻഡ് അല്ല, ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ സെറ്റിലെ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റിലെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ആയിരിക്കണം. ഇനി എ സെറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ 2 മെത്തേഡ്സ്. 2 രീതിയിലാണ് സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. ഒന്ന് റോസ്റ്റർ മെത്തേഡ് ഓർ ടാബുലർ ഫോം, അതർവൈസ് സെറ്റ് ബിൽഡഡ് ഫോം ഓർ റൂൾ ഫോം. ഇങ്ങനെ 2 രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എന്താണ് റോസ്റ്റർ ഫോം, എന്താണ് സെറ്റ് ബിൽഡിംഗ് ഫോം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നെക്സ്റ്റ് ഇതിൽ എക്സാമ്പിൾ ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ വവൽസ് ഓഫ് ഇംഗ്ലീഷിൽ വവൽസ് ആൽഫബറ്റ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസിൻ്റെ സെറ്റാണ്. അത് ഈ രീതിയിൽ A, E വവൽസ് ഏതൊക്കെയാണ്? A, E, I, O, U അല്ലേ? A, E, I, O, U എന്ന് പറഞ്ഞാണ് വവൽസ്. അതിങ്ങനെ പെറുക്കി എഴുതുന്നതിനെയാണ് ടാബുലർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇതിലെ ഒബ്ജക്ട്സൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ടാവും? നമ്മൾ നല്ല റോസ്റ്റ് ചെയ്ത ചിക്കൻ സെപ്പറേറ്റ് ഇരിക്കുന്ന പോലെ വേറെ ഇരിക്കുന്നുണ്ടായിരിക്കും. റൂൾ ഫോമിൽ എന്താണ് ഉണ്ടായിരിക്കുക? ഈ ആൽഫബറ്റ് ഉണ്ടാകാനുള്ള റൂളാണ് ഉണ്ടാവുക. എന്താണ് ഇവിടുത്തെ റൂള്? ഇതൊരു ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ റൂൾ. അപ്പോൾ അത് റൂൾ എടുത്തതിനെയാണ് റൂൾ ഫോം എന്ന് പറയുക. അതെങ്ങനെയാണ് എഴുതുക? സെറ്റ് ഓഫ് ഓൾ, ഇതിനെ പറയുന്ന പേര് സെറ്റ് ഓഫ് ഓൾ എന്നാണ്. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സെറ്റ് ഓഫ് ഓൾ, ഇതിനെ പറയുന്നത് സെറ്റ് ഓഫ് ഓൾ. എങ്ങനെയാണ് എഴുതുക? ആദ്യം ഒരു എസ് ഇടുക, പിന്നെ ഒരു 2 ഇടുക. ഈ എസ്സും ഈ 2ഉം കൂടി ചേർന്നതാണ് ഈ ഫ്ലവർ ബ്രാക്കറ്റ് സെറ്റ്. എസ്സും സെറ്റുമാണ് കൂടി ചേർക്കേണ്ടത്. അപ്പോൾ തിരിച്ച് ഇവിടുത്തെ ബ്രാക്കറ്റ് ഇടുമ്പോൾ എങ്ങനെ എഴുതണം? ഈ തിരിച്ചുള്ള ബ്രാക്കറ്റ് ആദ്യം 2 ഇടുക, പിന്നെ എസ് ഇടുക. അപ്പോൾ ഈ ബ്രാക്കറ്റായി. അപ്പോൾ എസ് ഇട്ടിട്ട് 2 ഇട്ടാൽ സെറ്റ് ഓഫ് ഓൾ എന്നാണ് അർത്ഥം. സെറ്റ് ഓഫ് ഓൾ എന്ന് എഴുതാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു വവലായ എക്സ് ആണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ എലമെൻറ്റ്സ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെയാണ് റൂൾ ഫോം എഴുതുക. ഇതുപോലെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുക. ഈ എഴുതിയ പോലെയാണ് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത്. ഇനി ഒബ്ജക്ട്സ് ഇൻ എ സെറ്റ്സ് ആർ കോൾഡ്. ഈ സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനെയും പറയുന്നത്, ഓരോ ഒബ്ജക്റ്റിനെയും പറയുന്നത് എലമെൻ്റാണ്. എ എന്ന് പറയുന്നത് ഈ സെറ്റിലെ എലമെൻ്റാണ്, ഇ എന്ന് പറയുന്നത് എലമെൻ്റാണ്. അതാണ് ഒബ്ജക്ട്സ് ഇൻ എ സെറ്റ് ആർ കോൾഡ് എലമെൻറ്റ്സ്. സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഈ സെറ്റിനെയൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക.
എലമെൻറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ ലെറ്റേഴ്സ്. ഇതിൻ്റെ എലമെൻറ്റ്സിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുക ഡിനോട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ഒരു എലമെൻറ്റ്, ഇഫ് എൻ എലമെൻറ്റ് എ ബിലോങ്സ് ടു എ, ഇപ്പോൾ ഈ എലമെൻറ്റ് ഇതിലുള്ളതാണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഏറ്റവും ഷോർട്ട് ഫോമിൽ ഇങ്ങനെയാണ് എഴുതുക. എ ബിലോങ്സ് ടു, ഇതിനെ വായിക്കുക ബിലോങ്സ് ടു. എ ബിലോങ്സ് ടു സെറ്റ് എ എന്നുള്ളത് ഷോർട്ട് ഫോം ആയിട്ട് എഴുതുമ്പോൾ എ ബിലോങ്സ് ടു എ എന്നാണ് എഴുതുക. ഇതെങ്ങനെ എഴുതുക? ഒരു സി ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു വര വരയ്ക്കുക. ഇങ്ങനെയാണ് ബിലോങ്സ് ടു എഴുതുക. ക്ലിയർ ആയാലോ? അപ്പോൾ ഇത്രയ്ക്കും നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം. ഇത് ഇനി കാണുന്നതെല്ലാം എഴുതേണ്ടതാണ്, എഴുതി കാണുന്നതൊക്കെ നമ്മൾ നോട്ട് എഴുതേണ്ടതാണ്. ഇനി കോമൺ സെറ്റ്സ് ആണ്, നമുക്ക് വളരെ പരിചയമുള്ള സെറ്റുകളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സാണ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ എൻ യൂസ് ചെയ്തിട്ടാണ്. അതിലാരൊക്കെ ഉണ്ടാവുക? ഈ കൗണ്ടിങ് നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തത് നാച്ചുറൽ നമ്പർ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ അടുത്ത സെറ്റായിട്ട് എന്ത് പഠിച്ചു? 1, 2, 3, 4 പഠിച്ചതിന് ശേഷം നമ്മൾ എന്താ പഠിച്ചത്? ഇതിൻ്റെ കൂടെ 1 എന്നല്ല തുടങ്ങുക, 0 നിന്നാണ് തുടങ്ങുക എന്ന് പഠിപ്പിച്ചു. അതിനെ പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇൻറ്റീജേഴ്സ്. ഇൻറ്റീജേഴ്സിൽ എങ്ങനെയൊക്കെ എഴുതും? നെഗറ്റീവ് എലമെൻറ്റ്സ് വരും, പോസിറ്റീവ് എലമെൻറ്റ്സ് വരും, ഇങ്ങനെ. ഇനി അതിൽ നിന്ന് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് വന്നു. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ സിസ്റ്റം ഇല്ല, അതൊരു ഫോമാറ്റാണ്. ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലും നമ്പർ എഴുതുന്നൊരു രീതി. അപ്പോൾ അങ്ങനത്തെ നമ്പറുകൾ പി എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ സെറ്റിൽ എഴുതാൻ പറ്റുമോ? ഈ എല്ലാ എലമെൻറ്റ്സും ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഏത് നമ്പേഴ്സും ഉണ്ട്. 3.25 -3.01 എന്ന് പറയുന്ന നമ്പേഴ്സൊക്കെ ഈ റാഷണൽ നമ്പേഴ്സുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സെറ്റാക്കിയിട്ട് എഴുതാൻ എളുപ്പമല്ല, എന്നാലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ എഴുതാം. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സാണ്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? √2, √3, അതുപോലെ പൈ, അങ്ങനത്തെ നമ്പേഴ്സൊക്കെ ഇറാഷണൽ നമ്പേഴ്സാണ്. ഈ പിയും ക്യൂവും കൂടി ചേരുന്നതിനെ പറയുന്നത് പേരാണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്, പിയും ഉണ്ട് ആൻഡ് ക്യൂ. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടുന്നതിനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുക. ഇനി ഇതിൽ തന്നെ ചിലപ്പം R++ എന്നിട്ട് കാണിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. ഇനി R- കാണിക്കും എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള നോട്ടേഷൻസാണ്, മുമ്പ് പഠിച്ചിട്ടുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. ഇനി നമുക്ക് ഇതിലെ പ്രോബ്ലംസിലോട്ട് പോകാം. ഇത്രയെങ്കിലും നമ്മൾ നോട്ടിൽ എഴുതാം. നമുക്കിതിൽ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോട്ടിൽ എഴുതണം. ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ആൻസറും നോട്ടിൽ എഴുതണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെറ്റ്സ്? ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് സെറ്റ് എന്ന് ഒന്നാമത്തെ വായിച്ചു നോക്കാം. കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഇൻ എ ഇയർ. ഒരു ഇയറിലെ എല്ലാ മന്ത്സും ഏതൊക്കെയാണ് വരിക? 12 മന്ത്സാണ് വരിക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഇതിൽ നിങ്ങളോട് സെറ്റ് എടുത്ത് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ ഏതൊക്കെയാണ് സെറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏതുകൊണ്ട് നമുക്കത് ഒരു കുഴപ്പമില്ല. ഇറ്റ് ഈസ് എ സെറ്റ്. മന്ത്സ് ഇൻ എ ഇയർ എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റാണ്, കുഴപ്പമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഇൻ ഇന്ത്യ. മോസ്റ്റ് ടാലൻറ്റഡ് എന്ന് പറഞ്ഞ വാക്ക്, ഏറ്റവും ടാലൻ്റ് ഉള്ള റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. ഏതെങ്കിലും 10 ആൾ എഴുതാൻ നമുക്ക് എഴുതാമായിരുന്നു. ഈ മോസ്റ്റ് ടാലൻറ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് നോട്ട് വെൽ ഡിഫൈൻഡ്, അതുകൊണ്ട് ഇത് എന്തല്ല, സെറ്റല്ല. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. എന്താ കാരണം? മോസ്റ്റ്
talented എന്ന് പറഞ്ഞ വേർഡ് ഈസ് നോട്ട് വെൽ ഡിഫൈൻ. ഈസ് നോട്ട് വെൽ ഡിഫൈൻ. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഓഫ് ദ വേൾഡ്. ഈ ബെസ്റ്റ് എന്നുള്ള വേർഡ് വെൽ ഡിഫൈൻഡ് അല്ല. ഏതെങ്കിലും 10 ആളെന്ന് പറഞ്ഞാൽ 11 ആളെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെന്ത് എഴുതാം? ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ് ബിക്കോസ് ബെസ്റ്റ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ്. ദ കളക്ഷൻ ഓഫ് ഓൾ ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ ആൺകുട്ടികളും, ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് എഴുതാനായിട്ട് അല്ലേ. ഇത് സെറ്റാണ്. ഞാനിനി എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് എ സെറ്റ്. കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100 താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ദ കളക്ഷൻ ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ബുദ്ധിമുട്ടായി. എല്ലാ ബ്യൂട്ടിഫുൾ നല്ല സെറ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിനും എഴുതാം. പക്ഷേ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് റോസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെമ്പരത്തി ആയിരിക്കും ഇഷ്ടം. ഓരോരുത്തരുടെയും വിഷനനുസരിച്ച് ഈ ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ് മാറി മാറി വരും. എല്ലാ പൂക്കളും ബ്യൂട്ടിഫുൾ അല്ലേ എന്നൊരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് എഴുതാൻ സാധിക്കില്ല. അപ്പോൾ ഇത് വെൽ ഡിഫൈൻഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ദ കളക്ഷൻ ഓഫ് ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ വേൾഡ്. വീണ്ടും ഡേഞ്ചറസ്. നമ്മൾ ഒരു ഉപദ്രവകാരിയല്ല എന്ന് വിചാരിക്കുന്ന അനിമലായിരിക്കും ഏറ്റവും ഉപദ്രവത്തോടെ പെരുമാറുക. ഇപ്പം നമുക്ക് ഈ കൊറോണ വന്നിരിക്കുകയാണ്. ഈ കൊറോണ എന്ന് പറയുന്ന വൈറസിനെ നമുക്ക് കാണാൻ പോലും ഇല്ല. എത്രയോ നമുക്ക് കാണാൻ പോലും അത്രയോ ചെറിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഉപദ്രവവും കാര്യവും ഇല്ലാതെ വളരെ ചെറിയൊരു പനി വന്ന് പോയിരുന്ന കൊറോണയാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയി? അപ്പോൾ ഡേഞ്ചറസ് എന്നുള്ള വേർഡ് നോട്ട് വെൽ ഡിഫൈൻ. അതെപ്പോഴാണ് ഓരോന്ന് ഡേഞ്ചറസ് ആയി മാറാമെന്ന് ആ ഒരു സമയത്തെ ചില സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻ. ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു, നിങ്ങളത് നോട്ടിൽ എഴുതിയിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ റോസ്റ്റർ ഫോം. ഈ തന്നിരിക്കുന്ന ഓരോ സെറ്റിന് റോസ്റ്റർ ഫോമിൽ എഴുതണം. ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ ആൻഡ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. -3 മുതൽ 7 വരെയുള്ള എല്ലാ ഇൻറ്റീജേഴ്സിനും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യം എസ് ഇട്ടു, പിന്നെ 2 ഇട്ടു. ഇനി -3 ഇവിടെ ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? -3 ഇതിനകത്ത് ഉണ്ടെന്ന്. അപ്പോൾ -3 എഴുതി. ഇവിടെ ഈക്വൽ ടു ഇല്ലെങ്കിലോ -3 ഇല്ല, -3 എഴുതാൻ പാടില്ല. ഇനി -3 തൊട്ട് 7 വരെയുള്ള നമ്പേഴ്സ് അതാരൊക്കെയായിരിക്കും? -3 കഴിഞ്ഞാൽ -2, -1, 0, 1, 2, 3, 4, 5, 6, 7. ഇതാണ് ഈ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇങ്ങനെ ഏതാണെന്നാണ് ഈ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. 6 താഴെയുള്ള നാച്ചുറൽ നമ്പർ. അപ്പോൾ ഈ വേർഡുകൾ മനസ്സിലാവാനാണ് നേരത്തെ നമ്മൾ എല്ലാ സെറ്റുകളും എഴുതിയത്. നാച്ചുറൽ നമ്പർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6 എഴുതാൻ പറ്റുമോ? ലെസ് ദാൻ എന്ന് മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു ഇല്ല. 6നേക്കാൾ ചെറിയെന്ന് പറഞ്ഞില്ല. 6ഉം 6നേക്കാൾ താഴെയെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ 6 എഴുതാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. 2 ഇടുന്നു, എസ് ഇടുന്നു. അപ്പോൾ 6 എഴുതാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ഈ സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നമ്പർ. ദ സം ഓഫ് ഡിജിറ്റ് ഈസ് 8. ഒരു 2-digit നമ്പറാണ്. അപ്പോൾ 11. നമ്മൾ ഫസ്റ്റത്തെ 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ 1 + 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 11. 1 + 1 എന്ന് പറഞ്ഞാൽ 2. 12. 1 + 2 എന്ന് പറഞ്ഞാൽ 3. ഈ നമ്പർ 1, 2, 3 ഇങ്ങനെ കൂട്ടുമ്പോൾ 8 കിട്ടണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ 2-digit നമ്പർ സച്ച് ദാറ്റ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ഈസ് 8. ഇങ്ങനെ 2 കുത്തിട്ടാൽ വായിക്കുക സച്ച് ദാറ്റ് എന്നാണ്. സം 8 ആണ്. അപ്പോൾ ഏതൊക്കെ നമ്പറുകളായിരിക്കും വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്കെ 1 ആണെങ്കിൽ 7, 17 ആണ് ആദ്യത്തെ നമ്പർ. 2 ആണെങ്കിൽ എത്രയായിരിക്കും? 6. 3 ആണെങ്കിൽ 5. അയ്യോ ഞാൻ കോമിട്ടു. അങ്ങനെ ഇടാൻ പാടില്ല. 35. പിന്നെ 4 ആണെങ്കിൽ 44. 5 ആണെങ്കിൽ 53.
ആറാണെങ്കിൽ 62, 7 71, 8 80, 9 9 തൊട്ട് വരുമോ? ഇല്ല, സം 8 വരെയുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. 2 ഇടുന്നു, എസ് ഇടുന്നു. ഇങ്ങനെയാണ് 2 ഡിജിറ്റ് നമ്പർ എഴുതുക. X such that x is a solution of equation x square plus x minus 2. ഇവിടെ പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷനാണ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടില്ലേ ഇതിൻ്റെ സൊല്യൂഷൻ കാണാനായിട്ട്? എങ്ങനെ പഠിക്കുക? ഇത് ഈ ഇക്വേഷൻ എന്താണ്? ഒരു ദ്വിമാന സമവാക്യമാണ്. അതായത് ഒരു ബൈനോമിയൽ ഇക്വേഷൻ. ബൈനോമിയൽ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു എങ്ങനെ കാണാം? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്. ഇതിൽ വാല്യൂ കൊടുക്കുമ്പോൾ ബി ഇവിടെ എ ഈക്വൽ ടു എത്രയാണ്? എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 1, സി ഈക്വൽ ടു -2. അതിവിടെ കൊടുക്കാം. -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു -2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ എന്തൊക്കെ കിട്ടും? ഇത് 1, 4 × 2 8 മൈനസും മൈനസും പ്ലസ് 9, 8 8 പ്ലസ് 1 9, -1 ഇവിടെ 9 വന്നാൽ സ്ക്വയർ റൂട്ട് വന്നാൽ 3, -1 പ്ലസ് 3/2 -1 -3/2. ഇപ്പോൾ ഇവിടെ എന്ത് വരിക? 2/2 1. അപ്പം നമുക്ക് ആൻസർ ചെയ്താം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 -1 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 2 ആണ് വരിക. 2/2 ഈക്വൽ ടു 1. -1 -3 എന്ന് പറയുന്നത് -4, -4/2 എന്ന് പറഞ്ഞാൽ -2. ഇത് രണ്ടാണ് ഉത്തരം. ക്ലിയർ ആയി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ കുറച്ചധികം ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുമ്പ് പഠിച്ച എല്ലാ കൺസെപ്റ്റും അങ്ങോട്ട് ഓർത്ത് വരാനാണ്. എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 15. എന്താണ് 15-ന് താഴെയുള്ള പ്രൈം നമ്പർ എന്ന് പറഞ്ഞത്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1 ആണോ? അല്ല, 2. ഫസ്റ്റത്തെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. പിന്നെ ഏതാണ്? 3. 4 വരുമോ? 4 വരില്ല. കാരണം 4 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2 × 2 കിട്ടിയാൽ മതി. പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഈ നമ്പറും 1 മാത്രമേ വരാൻ പാടുള്ളൂ. 3 എടുത്താൽ 3ഉം 1ഉം മാത്രമാണ് 3നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. 4-ൽ 4ഉം 1ഉം മാത്രമല്ല 2 ഉണ്ട്. അപ്പോൾ 4 വരില്ല. 5 കുഴപ്പമില്ല, 5 വരും. കാരണം 5-ൽ 5ഉം 1ഉം മാത്രമേ ഉള്ളൂ. 6 പറ്റുമോ? ഇല്ല. 6നെ 3 കൊണ്ടും 2 കൊണ്ടും നിശേഷം ഡിവൈഡ് ചെയ്യാം. വിത്തൗട്ട് റിമൈൻഡർ വി ക്യാൻ ഡിവൈഡ് 6/2 or 3. അപ്പോൾ 6 is not a prime number. Then 7 വരും. 1ഉം 7ഉം മാത്രമേ ഉള്ളൂ. 8 വരുമോ? No, 8 can be divided with 2 or 4. അപ്പോൾ 8 is not a prime number. 9 not possible. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10 2ഉം 5ഉം വരും. 11-ൽ 11 മാത്രമേ ഉള്ളൂ. 12 2 3 4 5 4 6 ഒക്കെ വരും. Then 13 14-ൽ 2 7 വരും. അപ്പോൾ 14 വരില്ല. 15 നോക്കേണ്ട കാര്യമില്ല, ഇവിടെ ഈക്വൽ ടു ഇല്ല. അപ്പോൾ അവസാനിപ്പിച്ചു. ഇതാണ് പ്രൈം നമ്പേഴ്സ്. x is a positive integer and x square is less than 40. x square is less than 40 വരുന്ന എല്ലാ നമ്പേഴ്സും. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ്. എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ 1 എടുത്താൽ 1ൻ്റെ സ്ക്വയർ 1. അത് 40-നേക്കാളും ചെറുതല്ലേ? അതെ. അപ്പോൾ 1 വന്നു. 2 എടുത്താൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അത് 14-നേക്കാൾ ചെറുതാണ്. അപ്പോൾ 2. 3 വന്നാൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അതും 14-നേക്കാൾ ചെറുതാണ്. 4 എടുത്താൽ 3. ദെൻ 4 എടുത്താൽ 16. 5 എടുത്താൽ 25. 6 എടുത്താൽ 36. 7 എടുത്താൽ 49. അപ്പോൾ 14-നേക്കാൾ മേലെ എഴുതാൻ പറ്റില്ല, നിർത്തി. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എക്സ് എടുക്കുമ്പോൾ ഇവിടുത്തെ നമ്പറുകളുടെ ഒക്കെ സ്ക്വയർ 40-നേക്കാൾ ചെറുതായിരിക്കണം. അതാ കൺസെപ്റ്റ് പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത നോക്കാം. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രിയിലെ ലെറ്റേഴ്സൊക്കെ എഴുതാൻ. അപ്പോൾ ടി വന്നു, ആർ വന്നു, ഐ, ജി, എൻ, ഒ, എം, ഇ, ടി. അയ്യോ, ടി നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയതാണ്. പിന്നെ എഴുതേണ്ട കാര്യമുണ്ടോ? എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ടി വേണ്ട. ആർ ഓൾറെഡി എഴുതിയതാണ്, അപ്പോൾ അത് വേണ്ട.
വൈ. ഇത് എവിടെ നിന്ന് ഇത് മുഴുവൻ വായിച്ചത്? ഇതാണ് ടി ആർ ഐ ജി എൻ ഒ എഴുതി, എം ഇ വരെ എഴുതി. പിന്നെ ടിയും ആറും ഓൾറെഡി എഴുതിയ കാരണം അത് വീണ്ടും എഴുതുന്നില്ല. സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒരിക്കൽ എഴുതുന്ന നമ്പേഴ്സ് വീണ്ടും എഴുതേണ്ട കാര്യമില്ല, ഒറ്റ പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ. ഇതാണ് ഈ പറഞ്ഞ ലെറ്ററിൻ്റെ റോസ്റ്റർ ഫോം. എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ബെറ്റർ. അതിലാരൊക്കെ വരുമെന്ന് പറഞ്ഞു നോക്കാം. ബി ഇ ടി, പിന്നെ ഇത് ടി എഴുതേണ്ട കാര്യമില്ല, ഇ എഴുതേണ്ട കാര്യമില്ല, ആർ. സ്വയം എഴുതി നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ തന്നെ എഴുതി നോക്കാം. എക്സ് വെച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ വിച്ച് ഈസ് ഡിവൈസ്ഡ് ഓഫ് 60. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സൊക്കെ വരും. അപ്പോൾ അതിൽ ആരൊക്കെ വരും? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 60ൻ്റെ ഡിവൈസേഴ്സ് പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 2 30 2 15 5 3 കഴിഞ്ഞു. അപ്പോൾ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വന്നത്? 2 3 5. ഇതാണ് പ്രൈം ഫാക്ടേഴ്സ്. ഇനി എക്സ് ഈസ് എ ഫാക്ടർ. ഇവിടെ പ്രൈം പറഞ്ഞിട്ടില്ല, ഫാക്ടറാണ് ഓഫ് 24. 24ൻ്റെ ജസ്റ്റ് ഒരു ഘടകമായാൽ മതി. അപ്പോൾ 1 തൊട്ട് എഴുതാം. 1 എഴുതാം. 1ൻ്റെ കൂടെ ഏത് വരിക? 24. 1 × 24 ആണ് 24. അപ്പോൾ എഴുതാൻ സൗകര്യത്തിന് 24 ഞാൻ അത് എഴുതി. 2 വന്നാൽ 2 × 12 ആണ് 24. അപ്പോൾ അത് എഴുതി. 3 വന്നാൽ 3 × 8 3 24. 4 × 6 6 4 24. 5ന് പോവില്ല, കഴിഞ്ഞു. ഇത്രയും നമ്പേഴ്സാണ് ഇതിൽ വരുന്നത്. 1 2 3 4 6 8 12 24. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ 5 6 കഴിഞ്ഞ് പിന്നെ 7 8 7 ഉണ്ടോ 9 ഉണ്ടോ 10 ഉണ്ടോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എന്താ കാര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ വേറെ നമ്പേഴ്സ് ഇല്ല. അതുകൊണ്ട് ഇതങ്ങനെയാണ് ഫാക്ടേഴ്സ് ചെയ്തത്. അടുത്തത് എക്സ് ഇസ് എൻ ഇൻറ്റീജർ മൈനസ് ഹാഫ്. ഇൻറ്റീജർ ആവണം. അപ്പോൾ ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് വരില്ല. മൈനസ് ഹാഫ് നമുക്ക് വേണമെങ്കിൽ നമ്പർ ലൈൻ വെച്ചിട്ടൊന്ന് എഴുതി വെക്കാം. ഇവിടെയാണ് മൈനസ് ഹാഫ്. 9/2 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 4.5. ഇവിടെ 4 ആണെങ്കിൽ 4, ഇതിവിടെ 5 ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് 9/2 എന്ന് വരിക. അപ്പം മൈനസ് ഹാഫ് തൊട്ട് 9.5 വരെ. -1 എവിടെ വരിക? ഇതിൻ്റെ ഇപ്പുറത്താണ് വരിക. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് വരിക നമുക്ക് കറക്റ്റായിട്ട് അറിയാനോ തെറ്റാതെ കിട്ടാനായിട്ട്. പെട്ടെന്ന് നമ്മൾ -1 ഒക്കെ എഴുതി പോകും. അങ്ങനെ എഴുതാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ഒരു നമ്പർ ലൈനിൽ ഇത് മാർക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ മൈനസ് ഹാഫിന് ശേഷം വരുന്ന നമ്പർ 0ആണ്. പിന്നെ 1 2 3 4 വരെ 9/2 താഴെ വരും. 5 തൊട്ട് അപ്പുറത്താണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി എക്സ് സ്ക്വയർ = 4 വരുന്ന ഒരു ഇൻറ്റീജർ. ഇൻറ്റീജറിൽ എക്സ് സ്ക്വയർ = 4 വരണമെങ്കിൽ ഏതൊക്കെ നമ്പർ ഉണ്ടാവാം? -2 2. കാരണം അത് രണ്ടും സ്ക്വയർ ചെയ്താൽ 4 ആണ് കിട്ടുക. ഇനി ഇവിടെ പണിക്ക് നോക്കൂ. ഇസ് എൻ ഇൻറ്റീജർ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ = 4. അപ്പോൾ 4നേക്കാൾ കുറവായ എല്ലാ നമ്പേഴ്സും. അപ്പോൾ ആരൊക്കെ വരും? -2നും 2ൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇൻറ്റീജേഴ്സും വരും. -2 -1 0 1 2. കാരണം -2ൻ്റെ സ്ക്വയർ 4 ആണ്. -1ൻ്റെ സ്ക്വയർ 1 ആണ്. അത് 4നേക്കാൾ ചെറുതാണ്. 0ൻ്റെ സ്ക്വയർ 0 ആണ്. 4നേക്കാൾ ചെറുതാണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. 4നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സാണ് സ്ക്വയർ ഇതിനേക്കാൾ താഴെ വരിക. അപ്പോൾ ഇൻറ്റീജേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഫ്രാക്ഷൻസോ ഡെസിമൽ നമ്പേഴ്സോ ഒന്നും വരില്ല. എക്സ് ഇസ് എ മന്ത് ഓഫ് ഇയർ ലിവിങ് നോട്ട് ഹാവിങ് 31 days. നിങ്ങൾക്ക് തന്നെ എഴുതി നോക്കാമല്ലോ. 31 നമ്പേഴ്സ് ഇല്ലാത്ത 31 ഡേയ്സ് ഇല്ലാത്ത മന്ത് ഏതൊക്കെയാണ്? ഫെബ്രുവരി തൊട്ട് തുടങ്ങും. ഫെബ്രുവരി ഏപ്രിൽ. അതൊന്ന് സ്വന്തമായിട്ട് എഴുതുക. ഹോംവർക്കാണ്, തന്നെ ചെയ്ത് നോക്കുക. ഇനി റൈറ്റ് ദ ഫോളോയിങ് ഇൻ റൂൾ ഫോം. ഈ പറയുന്നതൊക്കെ റൂൾ ഫോമിൽ എഴുതണം. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് എഴുതുക? ആദ്യം S1 2 ഇട്ടു. നേരത്തെ അപ്പുറത്തെ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടതാണ് X ഇട്ടു, 2 കുത്തിട്ടു, X ഈസ് എ. ഇവിടെ വരെ നമ്മൾ നേരത്തെ എല്ലാത്തിലും ഇതുപോലെയായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എഴുതി. ഇനി ഇവിടെ എന്ത് ചെയ്തിരിക്കണേ? 3 6 9 12. 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? അപ്പം കൂടെ എഴുതാം മൾട്ടിപ്പിൾ ഓഫ് 3. എന്തിന് താഴെ 12 വരെയുള്ളൂ. ഒന്നല്ലെങ്കിൽ ലെസ് ദാൻ ഓർ = 12 എഴുതാം, അല്ലെങ്കിൽ ലെസ് ദാൻ 13 എഴുതാം. ഈ മൾട്ടിപ്പിൾ ഓഫ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ആൻസറായി. പിന്നെ വീണ്ടും ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഇനി എഴുതിയാൽ കറക്റ്റ്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതി നോക്കാം. ആദ്യം ഈ സാധനം ഇട്ടു, X ഇട്ടു, X ഈസ് എ. ഇവിടെ വരെ എല്ലാത്തിലും ഒരുപോലെയാണ്. എന്നിട്ട് ഇത് നോക്കാം. 2 4 8 16 32. ഇതെന്താ ചെയ്യുന്നത്? 2ൻ്റെ പവറുകളാണ്. 2 2 × 2 4. ഇനി 2 × 4 × 2 ഒക്കത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടണേ. അതിനെങ്ങനെ എഴുതാ? ഇതിനെ നമ്മൾ 2 raised to x such that
എന്താണ് എക്സ് എങ്ങനെയായിരിക്കും? ടൂവിൻ്റെ പവറുകളായിരിക്കും. 2 raised to n എക്സ് എന്ന് എഴുതിയത്. എക്സ് ഈസ് എ 2 raised to n വേർ n ലെസ് ദാൻ n എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? ഇവിടെ 2, ഇവിടെ 2ൻ്റെ പവറിൽ 2, ഇവിടെ 2ൻ്റെ പവറിൽ 3, 2ൻ്റെ പവറിൽ 4, 2ൻ്റെ പവർ 5. n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടോ? 2 raised to n. എക്സ് ഈസ് എ 2 raised to n ആണ്. വേർ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ അടുത്ത നിങ്ങൾക്ക് തന്നെ എഴുതാം. ഇത് 5 ആണ്. 5ൻ്റെ സ്ക്വയർ, 5ൻ്റെ ക്യൂബ്, 5ൻ്റെ 4. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? 5 raised to n വേർ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇവിടെ 4 വരെ വരുന്നുള്ളൂ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ. നേരത്തെ എന്താണ്? 2ൻ്റെ ചുമ്മാ മൾട്ടിപ്പിൾസ് ആണ്. 2, 4, 6, 8. നേരത്തെ ഇതേപോലെ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതേണ്ട കാര്യമുള്ളൂ. നിങ്ങൾക്ക് എഴുതാം. അടുത്തത് എന്താണ്? n 1, 2 × 2 4, 3 × 3 9, 10 × 10 100. അപ്പോൾ അവിടെ എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ n സ്ക്വയർ വേർ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അവിടെയാണ് ഈ സംഭവം വേണ്ടത്. 10നേക്കാൾ താഴെയായിരിക്കും. അപ്പോൾ n ആണ് ഇവിടെ യൂസ് ചെയ്യുക. എക്സ് അല്ല. നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ n ആണ് യൂസ് ചെയ്യുക. അതുപോലെ ഇവിടെ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ 1/2, 2/3, 3/4. ഇതെങ്ങനെയാണ്? നേരത്തെ എഴുതിയ പോലെ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ. ഇതെന്താ ചെയ്യുന്നത്? മുകളിൽ n ആണെങ്കിൽ താഴെ n+1. n എവിടെ വരെ ആയിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 6 വരെയാണ് n വരുന്നത്. n 1, 2, 3, 4, 5, 6 വരെ. കണ്ടോ? ഇതിൽ എഴുതിയാൽ മതി. ഇനി ഒരു ടോപ്പിക്കും കൂടി ഇനി പറയാൻ. കുറച്ച് ലെങ്തി, അരമണിക്കൂറിൻ്റെ വീഡിയോ ആണ്. ഇത്രയും നീളം ഇനി വരില്ല. ഈ ഒരു ഇത് മാത്രം അങ്ങനെ കുറച്ച് നീളത്തിൽ വരുന്നതാണ്. ഇതാ ഇൻസേർട്ട് ദ അപ്രോപ്രിയേറ്റ് സിമ്പിൾ. ഈ സാധനം അല്ലെങ്കിൽ ഈ സാധനം ഇതെന്താ പറഞ്ഞത്? ബിലോങ്സ് ടു. 5 ഈ സെറ്റിലുണ്ടോ? a = 1 2 3 4 5. ഇതാ 5 ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ബിലോങ്സ് ടു. 0 ഉണ്ടോ ഇതിൽ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഡസ് നോട്ട് ബിലോങ്സ് ടു. 4 ഉണ്ടോ ഈ തന്നിരിക്കുന്ന സെറ്റിൽ? ഉണ്ട്. അപ്പോൾ ബിലോങ്സ് ടു. 8 ഉണ്ടോ? ഇല്ല. എവിടെയുണ്ടോ നോക്കണേ. എ എന്ന് പറയുന്ന സെറ്റാണ് ഇവർ പറഞ്ഞിങ്ങനെ എയിൽ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതുക. 10 ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് എഴുതണം? ഡസ് നോട്ട് ബിലോങ്സ് ടു. 2 ഈ സെറ്റിലുണ്ടോ? ഉണ്ട്. അപ്പോൾ അതിന് ബിലോങ്സ് ടു. വായിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കണം. ഒന്ന് ബിലോങ്സ് ടു, ഒന്ന് ഡസ് നോട്ട് ബിലോങ്സ് ടു. മാച്ച് ദ ഫോളോയിങ് ആണ് ഇനി. ഇത് ഹോംവർക്കാണ്. 2 തരത്തിലുള്ളത് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. മാച്ച് ദ ഫോളോയിങ് ചെയ്ത് തീർക്കണം. എന്നിട്ട് വേണം ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ. താങ്ക് യു.